ഗായ്സ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഗ്രാനിയുടെ വീഡിയോ ഇടുന്നത്. ഞങ്ങൾ ഇതിനു മുന്നേ ഗ്രാനി കളിച്ചിട്ടുണ്ട്, പക്ഷേ വീഡിയോ ആദ്യമായിട്ടായിരുന്നു. ഗ്രാൻഡ് പേനെ മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡേ 1 തുടങ്ങാൻ പോകും. സ്കിപ്പ് ഇൻട്രോ ആക്കാൻ പോകുന്നു. ഇപ്പോൾ ഡേ 1 തുടങ്ങാൻ പോകും. ലോക്കിൻ്റെ കീ കിട്ടി. ലോക്ക് കിട്ടി. ഇപ്പോൾ തുറക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മ ലോക്ക് തുറന്ന് വീണ്ടും ഒരു ലോക്ക് തുറക്കാൻ പോകുന്നു. ഗ്രാൻഡ് വന്നാൽ പിന്നെ ഞമ്മ ചത്ത് പട്ടേന്ന് പറഞ്ഞൊരു വീഡിയോ. അപ്പോൾ ഗായ്സ് നമ്മൾ തുറന്നിട്ടുണ്ട്. ഗ്രാൻഡ് പത്തുള്ള വരും നോക്കാം. സോറി ഗായ്സ്, ഗ്രാൻഡ് പത്തൊന്ത. ഇവിടുത്തെ പെട്ടിയൊക്കെ തുറന്നു നോക്കാം, വല്ലതും കിട്ടിയാലോ. ഗായ്സ് സേഫ്റ്റി കിട്ടിയിട്ടുണ്ട്. എവിടെ നോക്കിയാൽ ഈ ഗ്രാൻഡ് പട അയ്യോ ഗ്രാൻഡ് കുമ്പസാരിക്കട്. ഗ്രാൻഡ് പക്ക് നല്ല കഴിവാണ്. കൊക്കനട്ട് കിട്ടി. ശരിക്കും ഇതിൻ്റെ പേര് കൊട്ടത്തേങ്ങ. ഗ്രാൻഡ് പ വരുന്നു ഗൈസ്. അടിയിൽ ഗ്രാൻഡ് പ നടക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ പൊക്കത്തെ കൂടി കയറി വരാത്ത ഭാഗ്യം. ഞങ്ങളിവിടെ നിന്ന് പോവുകയാണ് കൊട്ടത്തേങ്ങ പൊട്ടിക്കാനായി. ഇവിടെ ചെക്ക് ചെയ്തിട്ട് പോവാ. ഒന്നുമില്ല, കാറ്റ് മാത്രമേ ഉള്ളൂ. മാച്ച് സ്റ്റിക്ക് കിട്ടി. ഇനി കാക്കട മൂട് കത്തിക്കാനുള്ളതായി. ഇനി ഫയർവുഡും കൂടി കിട്ടണം. ഇത് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് എടുക്കാനുള്ള കോയിൻ കിട്ടിയിട്ടുണ്ട്. അതവിടെ തന്നെ കിടക്കട്ടെ. നമുക്കിനി ഫയർവുഡ് തിരക്കാം. ഗ്രാൻഡ് പട ബുള്ളറ്റ്. ഇവിടെ ഒന്നുമില്ല, വെള്ളം മാത്രമേ ഉള്ളൂ. നമുക്കിനി ഫയർവുഡ് തിരക്കി പോവാം. ഇത് തുറന്നു നോക്കാം ഗൈസ്. കിട്ടിയ ഭാഗ്യം. കാക്കട കൂട്ടി പോയി എന്നാ നോക്കാട്ടാ. നമുക്ക് സേഫ്റ്റി കിട്ടിയിട്ടുണ്ട്. വീണ്ടും കാക്കട കുണ്ടിയിലെന്നാ നോക്കാം. സോറി ഗൈസ്, ദാറ്റ്സ് എ മിസ്റ്റേക്ക്. കാക്കട കൂട്ടിൽ. ആരും മൈൻഡാക്കരുത്, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ. ഞാനിപ്പോൾ കുമ്പസാരിച്ച് കഴിഞ്ഞു ഗൈസ്. നമുക്ക് ബ്രിഡ്ജ് ക്രാങ്ക് കിട്ടിയിട്ടുണ്ട്. വെപ്പൺ കീ. നമ്മൾക്ക് പുറത്തേക്ക് പോവാം. കാറിൻ്റെ ഡിക്കിയിൽ എന്തെങ്കിലും ഉണ്ടാന്ന് നോക്കാൻ.
ഗ്രാൻഡ് പാ പുറത്തുണ്ട് ഗൈസ്. അപ്പാപ്പൻ സൈഡിൽ എവിടെയോ ഉണ്ട്. ഇതാ ഗൈസ് അവിടെ ഗ്രാൻഡ് പാടെ 2 ബുള്ളറ്റ് കിടപ്പുണ്ട്. നമുക്ക് ഗ്രാൻഡ് പാ എവിടെയെന്ന് പോയി നോക്കാം. ഇവിടെ ഒന്നും കിട്ടിയില്ല ഗൈസ്. നമുക്ക് ഏറ്റവും അടിയിൽ പോവാം. ഇതാ ഇവിടെ കാണുന്നത് ഐസ്ക്രീം ഷോപ്പ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ഷോപ്പ്. ആ വെപ്പൻകി. അപ്പൊ ഗ്രാൻഡ് പട തലക്കിട്ടടിക്ക. ഇല്ലെങ്കിൽ ഗ്രാൻഡ് പ നമ്മളടിച്ചിടും. ഗ്രാൻഡ് പ തന്ത വന്നു ഗൈസ്. അയ്യോ നമ്മളെ കൊല്ലാൻ നോക്കുന്നു. പക്ഷെ നമ്മൾ കൊന്നിട്ടില്ല. എന്താന്ന് വെച്ചാൽ ഇവിടെ പ്രോ പ്ലെയറായി കളിക്കുന്ന ആദിത്യനാണ്. ഗൈസ് ആദിത്യൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടാണ്. നേരത്തെ എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടവർക്ക് അറിയാൻ പറ്റും. BR റാങ്ക് ഒക്കെ കളിച്ചിട്ടുള്ളതാണ്. പറയുന്നത് എൻ്റെ വേറൊരു ഫ്രണ്ടാണ്. എൻ്റെ പേര് കമലേഷാണ് കേട്ടാ. ഇനി ലൈവിലെല്ലാ ദിവസവും ഞാനുണ്ടാവും. ചില വീഡിയോ കേട്ടോ, എല്ലാ ദിവസവും ഇല്ല, ചില വീഡിയോ മാത്രമേ ഇടുള്ളൂ. അപ്പം ആ വീഡിയോയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഗായ്സ് ഗ്രാൻഡ് പ തന്ത പോയാൽ നോക്കാം. പോയില്ലെങ്കിൽ മൂഞ്ചി. അപ്പോൾ നമ്മൾ ഇതാ വെപ്പൺ ഗി എടുക്കാൻ പോകുന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ ഉണ്ടയില്ല. താഴേക്ക് പോയി എടുക്കണം. ഇതാ പോവുകയാണ്. ഗൈസ് നമ്മ കല്ലെടുക്കാൻ പോവുകയാണ് അടുത്തേക്ക്. ഇവിടെ എന്താ കല്ലെന്ന് പറഞ്ഞ സാധനം തന്നെ ഇല്ലേ? അയ്യോ ഗ്രാൻഡ് പാ. കല്ലില്ല, പക്ഷെ ഗ്രാൻഡ് പാ ഉണ്ട്. ഒരു കല്ല് കിട്ടാ ഇപ്പം തന്നെ പുറത്ത് വെച്ച് ആ പുള്ളീനെ അടിച്ചിടാം. ആ ഗൈസ് പറഞ്ഞു ആ എടുത്തില്ല. കല്ലിന് 100 ആയുസ്. ദേ ഗ്രാൻഡ് പാ. ഹായ് ഹായ് കിളവൂസ് കൂട്ടാ. അയ്യോ ഗൈസ് ചപ്പി. ഇനി വീണ്ടും താഴേക്ക് പോയി വേണം എടുക്കാൻ. പക്ഷെ നമ്മളെ കൊള്ളാൻ പറ്റൂല. എന്താന്ന് വെച്ചാൽ നമ്മൾ മോളിൽ പോകുന്നു. എന്താ വെച്ചാൽ ഗ്രാൻഡ് പ തന്തക്ക് കയറാൻ പറ്റില്ല. വയസ്സായി കിളവനായി നൊന്ത് വീട്ടിൽ ഭാര്യയുടെ അടി മേടിച്ച് കിടക്കണേണ്. നമ്മുടെ കാലങ്ങനെ നൈസായിട്ട് ഒടിഞ്ഞിട്ടുണ്ട്. ഒരു കല്ല് ചേച്ചി ഒരു കല്ല് തരോ? കുറച്ച് പാലും കൂടി തരാം. ആ ഷെഡിൻ്റെ പുറകെ നിന്നുകൊണ്ട് പ്ലാങ്ക് നമുക്കത് ഗ്രാൻഡ് പെണ്ണ അടിച്ചിട്ട് എടുക്കാം. ഇപ്പോൾ എടുക്കണ്ട. ICU അടിക്കോ. ഗ്രാൻഡ് ഫാ. കിളിക്കിളിയോ. അപ്പൊ നൈസായിട്ട് ഗ്രാൻഡ് പാ അവിടെ തോക്കിന് വെടി വെച്ച് കിളിക്കിളിയെ പാടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാരും ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്ക് ഗ്രാൻഡ് പാ മരിക്കാനേ. അങ്ങോട്ട് സ്വർഗത്തിലേക്ക് എത്തിച്ചേരട്ടെ. ഇനി ഇവിടെ ഒരു കുന്തോയില്ല. നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോവാം. കാക്ക ഇസ് ദ മെയിൻ പ്രൊഡക്റ്റ് ഓഫ് അവർ ലൈഫ്. കാക്കനെ പോയി വെടി വെച്ചിടാ. എല്ലാരും തയ്യാറല്ലേ? റെഡി 1 2 3 സ്റ്റാർട്ട്.
തോക്ക് നമുക്ക് ഇവിടെ ഇട്ട് വെക്കാം എന്നുവെച്ചാൽ ഗ്രാൻഡ് എടുക്കാണ്ടിരിക്കാൻ വേണ്ടി. അവിടെ ഇടല്ലേ? ആ അവിടെ ഇരിക്കട്ടെ. ഗ്രാൻഡ് പട കയ്യിൽ കിട്ടിയാൽ പിന്നെ ഞമ്മ പപ്പടക്കെട്ടായി. ഫസ്റ്റ് ട്രെയിൻ ടിക്കറ്റ് പോയി എടുക്കാം കേട്ടോ. ട്രെയിൻ ടിക്കറ്റ് ആ അതിന് വേണ്ടി നമ്മളിപ്പോൾ കോയിൻ എടുക്കണം. ഇപ്പൊ കുറച്ച് പ്ലാൻ കേൾക്കാം. നമ്മളിന്ന് എന്ത് എസ്കേപ്പാ ചെയ്യാ വിചാരിക്കണമെന്ന് വെച്ചാൽ ലാസ്റ്റ് എന്തൊക്കെ സാധനം കിട്ടണം അത് വെച്ച് എന്ത് എസ്കേപ്പ് ചെയ്യണം നോക്കാം. പക്ഷെ ഞങ്ങൾ വിചാരിക്കുന്നത് ട്രെയിൻ എസ്കേപ്പ് ചെയ്യാനായിട്ടാണ്. ഈ കിണറ് ഇത് കിണറാന്നറിയോ? നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തോട്. അതിൻ്റെ അകത്ത് ആരായിട്ടേച്ചെന്നാവോ മുതലിനെ കൊണ്ടൊന്നും. കല്ലിൻ്റെ ക്ഷാമം വരുന്ന നേരത്തെ ഇപ്പഴാ എന്തോ കല്ലിൻ്റെ മേളയാണ്. കുറേ കല്ല് തിളങ്ങി കിടക്കുന്നുണ്ട്. ഗായ്സ് ഇനി ഗ്രാൻഡ് പോകുന്ന ഈ പലക വെച്ച് ഗ്രാൻഡ് പട തലക്കിട്ടടിക്കുക. ഇല്ലെങ്കിൽ ക്രിക്കറ്റ് ഉണ്ടാക്കി കല്ല് വെച്ച് ഗ്രാൻഡ് പട തലക്കിട്ട് ടൊക് ടൊക് എന്ന് പറഞ്ഞടിക്കുക. അപ്പൊ നമ്മൾ ഗ്രാനിയുടെ റൂമിൽ പോവുകയാണ്. ഗ്രാനി ചേച്ചി അകത്ത് വന്നോട്ടെ. ഇത് ഗ്രാനിയുടെ റൂമാണ് ബ്രോ. ഇവര് രണ്ടുപേരും പറഞ്ഞ ഗ്രാനിയുടെ റൂമല്ലെന്നാണ്. ആദിത്യം പറയുന്നത് ഗ്രാനിയുടെ റൂം അല്ലെന്നാണ്. കമലേഷ് പറയുന്ന ഗ്രാനിയുടെ റൂമാണെന്നാണ്. നിങ്ങൾ തന്നെ കമന്റ് ചെയ്ത് പറയും. അത് മാത്രമല്ല ഞങ്ങൾ വിചാരിക്കുന്നത് ഈ വീഡിയോന് ഒരു 300 സബ്സ്ക്രൈബ് കിട്ടുകയാണ്. എങ്ങനെയെങ്കിലും നിങ്ങൾ ഈ വീഡിയോക്ക് നിങ്ങളൊരു 3 ലൈക്ക് തരണം. 300 സബ്സ്ക്രൈബും കൂടി ചെയ്യുന്നു. ഗ്രാനി കളിക്കണവര് ഫ്രീ ഫയർ കളിക്കണവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു റെഡ് ഹാർട്ടും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. റെഡ് ഹാർട്ട് കമന്റ് ചെയ്യാം. അത് മാത്രമല്ല ഗ്രാനി ഇഷ്ടപ്പെട്ടവരും പറയേണ്ടതാണ്. ഗ്രാനി ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്. ചിലവർക്ക് ഇഷ്ടപ്പെടും. എനിക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഭയങ്കരല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞാലല്ലേ പറ്റൂ. ഗ്രാൻഡ് പാ എന്ന് പറഞ്ഞ സാധനം എന്താ ഇത്ര നേരിട്ട് വരാത്തത്? ഇത് വെച്ച് വരും. ട്രൈ ചെയ്ത് നോക്ക്. ഇത് വെച്ച് വരും ബ്രോ. ബുള്ളറ്റ് എടുക്കാം നമുക്ക്. പിന്നെ ഈ ചെടി അടിച്ചു നോക്ക്. എന്തായാലും വീഴാൻ സാധ്യത കൂടുതലാണ്. ചിലപ്പോ വീഴും. ഇല്ല വീഴാൻ സാധ്യത. പാഡ്ലോക്ക് കിട്ടി. പാഡ്ലോക്ക് കിട്ടണം. എനിക്ക് ഗ്രാനിയുടെയും കൂടി അടിച്ചിട്. അവിടെ നിക്കടാ. ബുള്ളറ്റ് എടുക്കട്ടെ. ഗ്രാൻഡ് പേ ഇതുവരെ ആയിട്ട് എഴുന്നേറ്റിട്ടില്ല. ഗ്രാനിയുടെ അവിടെ പോയി അടിച്ചിട്. ഇവിടെ പോയാൽ വേസ്റ്റ് ആവും. അടിച്ചോ? നേരെ ലിഫ്റ്റിൽ പോയിട്ടുണ്ട്. സോറി സെൻട്രീനട ഗ്രാൻഡ്. അപ്പോൾ നൈസായിട്ട് നമ്മൾ മൂഞ്ചിട്ടുണ്ട്. അപ്പാപ്പ ഞങ്ങളെ തല്ലിക്കൊന്നു. ഒരു തല്ല് കിട്ടിയ അങ്ങനെ ഏതൊരു കല്ല് കിട്ടിയിരിക്കുന്നു ഗ്രാൻഡ് പടേന്ന്. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നു. ഹോസ്പിറ്റലിൽ പോകാനെന്താ ഇവിടെ ഹോസ്പിറ്റലിൽ പണിത് വെച്ചിരിക്കുന്നതാണ്. സോറി ഗൈസ്, ഇവിടെ ഞാൻ നിഷാന്റെ അടുത്ത് പറഞ്ഞാണ് ആരും മൈൻഡ് ആക്കേണ്ടത്. നമ്മൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഗ്രാൻഡ്പാ വേറെ അറിയൂ. ഐ വിൽ ഫൈൻഡ് യു. തലക്കൊരു അടിക്കുമ്പോ ഫൈൻഡ് ചെയ്യും. അതെ അതെ അതെ. നമുക്ക് പാഡ്ലോക്ക് ചെയ്യാണ് ഇപ്പൊ ആവശ്യം. ഇതിനകത്ത് മൊത്തം എയറാണ്. ആരും ഇതിന്റെ അടുത്ത് പോയി നോക്കരുത് കളിക്കുമ്പോ. കാക്കട മൂട് എത്തിക്കാനായി
സോറി ഗൈസ്, ഞങ്ങൾ ഫ്രീ ഫയർ കളിച്ചത് കാരണം ഇപ്പോൾ ഒരു തോന്നിയാസം ഇഷാൻ എന്ന് പറഞ്ഞ കുട്ടി പറയുന്നതാണ്. ആരും അത് മൈൻഡാക്കണ്ട. നമ്മൾക്കിപ്പോൾ ഗെയിമാണ് ആവശ്യം. പാഡ്ലോക്കി ഗൈസ് ഈ പാഡ്ലോക്ക് ഇത്ര നേരോട്ടും കിട്ടിയില്ല. അത് കിട്ടിയെന്ന് സുഖമായി. പാഡ്ലോക്കി എവിടെയാണെന്ന് അപ്പാപ്പ രണ്ടെണ്ണൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഗൈസ് നമുക്ക് ക്രോബാർ കിട്ടിയ നമുക്ക് ക്രോബാർ കിട്ടിയ ചിലപ്പോൾ ആ പ്ലേസിൽ നിന്ന് പാഡ്ലോക്കി കിട്ടാൻ സാധ്യതയില്ല. ഇല്ലെങ്കിൽ സെൻട്രീനെ ഡോൾ വെച്ച് സെൻട്രീനെ കൊന്നു കളഞ്ഞാൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യത കൂടുതലാണ്. വീണ്ടും കാലൊടിയാതെ സേഫായിരിക്കുന്നു. ഇനി പോയി വെപ്പൺ എടുക്കാം ഗൈസ്. വെപ്പൺ നേരെ നമ്മൾ ഷെഡിന്റെ മുമ്പിലായിട്ടിരുന്നത്. ഗൈസ് ചിലപ്പോൾ ഈ ആഴ്ചയിൽ ഏതെങ്കിലും ദിവസം ഞങ്ങൾ ഫേസ് റിവീൽ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ആ വീഡിയോ കാണേണ്ടതാണ് ഗൈസ്. വീണ്ടും ഗ്രാൻഡ് പാ അടിച്ചുറക്കിയിട്ടുണ്ട്. ഗ്രാൻഡ് പാ കുറച്ച് നേരം താഴ്ത്തി കിടക്കുകയാണ്. ഇനി കുറച്ച് സമയം അവിടെ കിളി പോയി കിടക്കുന്നുണ്ടോ. നമ്മൾക്കിപ്പോൾ പോയി എടുക്കേണ്ടത് പാഡ്ലോക്കി. നമുക്കിനി ചില്ലടിച്ചു പൊട്ടിക്കാം ഗൈസ്. ഗൈസ് ഞങ്ങൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാളല്ലോ എല്ലാവരുടെയും പേരും എല്ലാം പറയുന്നതായിരിക്കും. ഗൈസ് നാളെ ഞാൻ ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ. എന്താ വെച്ചാൽ പരീക്ഷ തുടങ്ങിയേക്കണല്ലേ, പഠിക്കണം. പഠിച്ചില്ലെങ്കിൽ വീട്ടിൽ നിന്ന് നല്ലത് കിട്ടും. ഞങ്ങൾ ചിലപ്പോൾ ഞായറാഴ്ച ആയിരിക്കും എടുക്കാൻ പോകുന്നത്. നാളെ ഞങ്ങളുടെ പറ്റിയ രീതിക്ക് ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും, സമയം ഉണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഗൈസ് ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം മറക്കാതെ. നിങ്ങളുടെ സപ്പോർട്ട് വെച്ചാണ് ഞങ്ങളുടെ വീഡിയോകളൊക്കെ ഫുൾ വൈറലാവുന്നത് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഗൈസ് ഫ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ജനറേറ്റർ കേബിൾ. ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ പോയതാണ്, അത് കാരണം താമസിച്ചത് ഗൈസ്. ഇത് നമുക്ക് അമ്മാമ്മയുടെ ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ പോയി വെള്ളം നിറക്കാം. ഇനി അപ്പാപ്പൻ്റെയും കൂടി എടുക്കണം. അപ്പാ പോയി. നിങ്ങളാരെങ്കിലും ഗ്രാനി കളിച്ച് ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയേണ്ടതാണ് ഗൈസ്. എല്ലാവരുടെയും കൂടി ഇട്ട് കളിച്ചിട്ട് ജയിച്ചിട്ടുണ്ടെങ്കിൽ. നമ്മളുടെ ചട്ടി അവിടെ അറ്റത്ത് താഴെ എത്തിയെന്നാണ് വിചാരിക്കുന്നത്. എത്തിയാൽ സന്തോഷം. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ ഇറങ്ങാൻ പോകുന്നു. എത്തിയിട്ടുണ്ട് സേഫായി. ഇനി നമുക്ക് വെള്ളം നിറക്കാം. വെള്ളം നമ്മൾ നേരത്തെ എവിടെയാണ് കണ്ടത്? കിട്ടി ഗൈസ്. ഇനി പാഡ്ലോക്കിയും കൂടി കിട്ടാനുണ്ട്. എന്തിനാണ് അത് താഴെ ഇട്ടത്?
അയ്യോ ഗ്രാൻഡ് പ വന്നു ഗൈസ്. ഗ്രാൻഡ് പ അയ്യോ ഓടിക്കൂ. ഗ്രാൻഡ് പ അടിച്ചുറക്കാൻ പോകുന്നു നമ്മൾ ഗൈസ്. ഗ്രാനപ്പാപ്പ വെളിച്ചപ്പാടിന്റെ മോനെ. സോറി വെളിച്ചപ്പാടില്ല, ക്രിസ്ത്യാനിയുടെ മോനാണ്. ഗ്രാനപ്പാപ്പനെ വീണ്ടും കിടത്തി ഉറക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ വീണ്ടും എണീറ്റ് വരും. നമുക്കിനി ഷെഡ് പോയി തുറക്കാം. അയാൾക്ക് അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റൂല. എപ്പോഴും എവിടെയെങ്കിലും പോയി എണീറ്റ് നടക്കണം. അതന്നെ കുറെ മൂലക്കുരുണ്ട്. നമ്മൾ ഷെഡ് തുറക്കാൻ പോവുകയാണ്. പക്ഷെ ഗ്രാൻഡ് പ കൊണ്ട് ഒരു ഉപയോഗമുണ്ട്. അയാൾക്ക് ചെവിയേക്കാൻ വയ്യ. ഗൈസ് നമ്മൾക്ക് ലാസ്റ്റാണ് കേട്ടോ ടിക്കറ്റ് എടുക്കേണ്ടത്. ഫസ്റ്റ് ഈ ഷെഡ് പോയി തുറക്കാം. നമ്മൾക്ക് സെൻട്രീനയുടെ ഡോള് കിട്ടിയിട്ടുണ്ട്. ഇനി സെൻട്രീനെ ഇല്ലാതാക്കാം. അപ്പോഴാണ് നമുക്ക് പാഡ്ലോക്ക് കിട്ടണമെന്ന് തോന്നുന്നുണ്ട്. കിട്ടിയാൽ എനിക്ക് 100 ആയുസ്. എനിക്ക് 100 ആയുസ് വേണോ വേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഗായ്സ് നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നല്ല നല്ല വീഡിയോസ് ഇടേണ്ടതാണ്. അടുത്താൽ ഞങ്ങൾ വിചാരിക്കുന്നത് ബസ് സിമുലേറ്റർ ഇടാനായിട്ടാണ്. നമ്മളിതാ ഇവിടെ സെൻട്രിനെ ഇല്ലാതാക്കിയിട്ടുണ്ട്. പാഡ്ലോക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ നേരെ ബോട്ടിന്റെ പാഡ്ലോക്ക് തുറക്കുക. സോറി ഗൈസ്, ബോട്ടിന്റെ അല്ല, ചട്ടി ഇടാനുള്ള പാഡ്ലോക്ക് തുറക്കാം ഗൈസ്. സോറി ഫോർ ദ മിസ്റ്റേക്ക്. എനിക്ക് തൊണ്ടക്ക് ചെറുതായിട്ട് പാടില്ല, അത് കാരണമാണ് സത്യമാണ് ഗൈസ്. ഇന്നലെ ഐസ്ക്രീം കഴിച്ചിട്ട് വന്നതാണ്. നമ്മൾ താഴത്തേക്ക് പോവുകയാണ്. ഈ ഗ്രാൻഡ് പടച്ചട്ടി വെക്കാൻ പോകുന്നു ഗൈസ്. ഇനി ഗ്രാൻഡ് പട ചട്ടി എടുക്കാൻ പോകും. ഗ്രാൻഡ് പ എഴുന്നേറ്റിരിക്കുന്നു ഗൈസ്. നമുക്കിനി ഗ്രാൻഡ് പ ഒരട്ടം കൂടി വെടി വെച്ച് കൊല്ലണം എന്നാണ് എൻ്റെ നിഗമനം. നമ്മൾക്കിപ്പോ മറ്റേ പോട്ട് ചെടിച്ചട്ടി കൊണ്ടുപോയി വെക്കാവുന്നതാണ്. ഗായ്സ് ഇത് കളിച്ച് നിങ്ങൾക്ക് അനുഭവമുണ്ടോ? ഇനി നമുക്ക് പാഡ്ലോക്ക് കീയും കൂടി എടുക്കാൻ പോയാൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ക്ലൂ കിട്ടും. അത് വെച്ച് നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റുമോ എന്ന് നോക്കാം. അങ്ങനെ ഫ്യൂസ് കിട്ടിയെങ്കിൽ നമുക്ക് ഗേറ്റ് എസ്കേപ്പ് ആയാൽ, ഇല്ലെങ്കിൽ ട്രെയിൻ എസ്കേപ്പ് ചെയ്യാം. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു ഇങ്ങനെ ഗ്രാനിയിൽ എന്തോ ഒരു ടണൽ എസ്കേപ്പ് ഉണ്ടെന്ന്. നിങ്ങൾക്കറിയാമെങ്കിൽ പറയണം. അത് ഫേക്കാണോ റിയലാണോ എന്ന് നോക്കാം. ചിലപ്പോൾ ആരെങ്കിലും എഡിറ്റ് ചെയ്തിട്ടായിരിക്കും, പറയാൻ പറ്റില്ല.
ഗൈസ് നമ്മൾ പാഡ്ലോക്കി തുറക്കാൻ പോകുന്നു. ഗൈസ് നമുക്ക് ഫ്യൂസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗേറ്റ് എസ്കേപ്പ് ചെയ്യാം. എന്നുവെച്ചാൽ ഗേറ്റ് എസ്കേപ്പിനുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ബ്രിഡ്ജ് ക്രാങ്ക് മറ്റേ നമ്മുടെ സേഫ് കീൻ്റെ അവിടെ ഉണ്ട്. ഇത് നമുക്ക് മുകളിൽ പോയിട്ട് ഫ്യൂസിൽ ഫിക്സ് ചെയ്ത് വെക്കാം. ഗ്രാൻഡ് ഇപ്പോൾ എന്തെടുക്കണേന്ന് അറിഞ്ഞൂടാ. ചിലപ്പോൾ ഉറങ്ങണേന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് ഇത് ഓണാക്കാം. നോ ഇലക്ട്രിസിറ്റി. നമ്മ ഫ്യൂസ് കണ്ടത് എവിടെ വെച്ചാൽ ഇലക്ട്രിക് ജനറേറ്റർ കേബിൾ എവിടെ വെച്ചാൽ ഗൈസ് കണ്ടത്? സെൻട്രൽ റൂമിൽ വെച്ച്. അപ്പോൾ നമുക്ക് അവിടെ പോയി എടുക്കാം. ഗ്രാൻഡ് പെനെ പോയി നോക്കിയാലോ ഗൈസ്? വേണ്ട, വെറുതെ നമ്മൾ ഗ്രാൻഡ് പെടയിൽ നിന്ന് അടിമേടിച്ച് ചാവേണ്ട. നമുക്ക് ഫസ്റ്റ് ഇലക്ട്രിസിറ്റി ഇടാം. ബ്രിഡ്ജ് ക്രാങ്ക് ഗായ്സ് നമ്മളിവിടെയാ കണ്ടത്? സേഫ് കീൻ്റെ അവിടെ. അപ്പം നമുക്ക് ഈ ഫ്യൂസ് ജനറേറ്റർ കേബിള് നേരെ കൊണ്ടുപോയി അവിടെ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ബ്രിഡ്ജ് ക്രാങ്ക് എടുക്കാൻ പോവാം. നിങ്ങൾക്ക് ഏത് ഗെയിമാണ് ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഫ്രീ ഫയർ, പബ്ജി ആണ് ഇതിൽ പറയുന്നത്. ആർക്കാണ് ഇതിൽ ഏത് ഗെയിം കൂടുതൽ ഇഷ്ടമെന്ന് നോക്കാം. ഫ്രീ ഫയർ ആണെങ്കിൽ ഫയർ ഇമോജിയും, പബ്ജി ആണെങ്കിൽ ബ്ലാക്ക് ഹാർട്ടും കൂടി ഇടുക. വേറെ ഏതെങ്കിലും ഗെയിമാണ് ഇഷ്ടമെങ്കിൽ അതിൻ്റെ പേര് ടൈപ്പ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഗൈസ് നമുക്കിവിടെ ഫിക്സ് ആക്കി ജനറേറ്റർ ഓൺ ആക്കാം. ജനറേറ്റർ ഓൺ ആയിട്ടുണ്ട് ഗൈസ്. ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ എങ്ങനെ ലിഫ്റ്റ് വർക്കാവും ഗൈസ്? നോർമൽ ഇട്ട് കളിച്ചാൽ ലിഫ്റ്റ് വർക്ക് ആവൂലല്ലോ. ജനറേറ്ററിലല്ലേ വർക്കാണത് ഗൈസ്? എന്തൊരു മിസ്റ്റേക്ക്. ഗൈസ് അപ്പോൾ നമുക്ക് ബ്രിഡ്ജ് ക്രാങ്ക് എടുക്കാൻ പോവാം. എനിക്ക് എപ്പോഴും അങ്ങനെയൊക്കെ കിട്ടുകയാണ്. അത് കാരണം നിങ്ങൾ അത് മൈൻഡ് ചെയ്യേണ്ട ഗൈസ്. ഞാനിപ്പോൾ കുമ്പസാരിക്കുന്നില്ല, അത് കാരണം വിഷമമൊന്നുമില്ല. ഇതേ ഗൈസ് ബ്രിഡ്ജ് ക്രാങ്ക് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് പോയി നമ്മുടെ ഗ്രാൻഡ് പാ ഗൈസ്. ഗ്രാൻഡ് പാ നോ ബട്ടൺസ് ഗൈസ്. നമുക്ക് നേരെ പോയി ഇത് ഫിറ്റാക്കാം. ഗ്രാൻഡ് പാ വരുന്നേക്കാളും മുൻപ് വന്നാൽ നമ്മൾ എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവാൻ നോക്കും ഗൈസ്. ഇപ്പോൾ ഗൈസ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. അത് തിരിഞ്ഞോളും. നമുക്കിനി മുകളിൽ പോയിട്ട് ഫ്യൂസ് ഓണാക്കേണ്ടി വരുന്നു. ഇപ്പോൾ ഗൈസ് നമ്മൾ ഗ്രാൻഡ് പട ഒരു തടയുമില്ലാതെ പോകുന്നു. നമുക്ക് പോയി ഓണാക്കാം. ഗൈസ് ഇലക്ട്രിസിറ്റി വന്ന് ഓണായി. എടാ മുകളിൽ കൂടി പോ. ഗൈസ് നമ്മളിതാ എസ്കേപ്പ് ആവാറായി. ഗ്രാൻഡ് പോ വരാണ്ടിരുന്നാലും മതി ഗൈസ്. ഗൈസ് ഇതാ നമ്മൾ ഗേറ്റ് എസ്കേപ്പായി. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യേണ്ടതാണ്. കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള ഗെയിം പറയേണ്ടതാണ്. ബൈ ബൈ.